രണ്ട് സർക്കാരിനും ഇതിനകത്ത് സപ്പോർട്ടുണ്ട്. അതിനെ ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ് അത് നടപ്പാക്കുന്നതെന്ന് പറയുന്നത് അതൊരിക്കലും ശരിയല്ല. അല്ല, അവർ കൊണ്ടുവന്ന് ഇവർ വന്നപ്പോൾ നടപ്പാക്കി, അത്രേ ഉള്ളൂ. അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വന്ന പദ്ധതിയാണത്. ഞങ്ങൾ ഇങ്ങനെ ഒഴുക്കിനെതിരെ നിയന്ത്രണം കുറച്ച ആൾക്കാരാ. വിഴിഞ്ഞം തുറമുഖത്ത് സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് തീരമണഞ്ഞത് കേരളത്തിന്റെ സ്വപ്ന സാഫല്യം തന്നെയായിരുന്നു. എന്നാൽ ആ തുറമുഖത്തിന്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിന്റെ പ്രയത്നം എത്രത്തോളം ഉണ്ടെന്നാണ് ജനങ്ങൾക്ക് തോന്നുന്നത്. പിണറായി പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പോൾ UDF-ന്റെ കാലത്താണ് എയർപോർട്ട്, തുറമുഖം അതൊക്കെ വന്നത്. അപ്പോൾ ആ സമയത്ത് LDF അത് ഫുള്ള് എതിർത്തിട്ടാണല്ലോ നിന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുള്ള് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചിട്ട് എന്താണ് ഒരു അഭിപ്രായം പറയാനുള്ളത്? അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ എന്താണെന്ന് ചോദിച്ചാൽ, LDF-ന്റെ EMS നമ്പൂതിരിപ്പാടുള്ള സമയത്താണ് ഇതിൻ്റെ, എൻ്റെ ഒരു അറിവിൽ, EMS അല്ല EK നായനാരുള്ള സമയത്താണ് ഇതിൻ്റെ, എൻ്റെ ഒരു അറിവിൽ ആദ്യം ഇത് കല്ലിടാനുള്ള ഒരു സാധ്യത വന്നത്. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോഴാണ് ഇത് ഒന്നുകൂടെ പൂർത്തിയാകാനുള്ള പരിപാടി തുടങ്ങിയത്. പിന്നെ ഞാനിവിടെ ഒരു 15 വർഷമായി, എൻ്റെ സ്ഥലം കൊല്ലത്താണ്, 15 വർഷം എറണാകുളത്ത് വന്നിട്ട്. അതിനുശേഷമാണ് ഇതിൻ്റെ ഈ പരിപാടി ഇവിടെ തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിച്ചത്. രണ്ട് സർക്കാരിനും ഇതിനകത്ത് സപ്പോർട്ടുണ്ട്. അതിന് എന്നേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ, അല്ലാതെ വേറെ ഐഡിയകളൊന്നും സംസാരിക്കാനൊക്കെ. നല്ല അഭിപ്രായം. രണ്ടു കൂട്ടരും സഹകരിച്ചല്ല അങ്ങനെ ചെയ്ത ഒരു ഇതല്ലേ. നല്ല മനുഷ്യരായിട്ടാണല്ലോ നേതാക്കന്മാരെ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ കിട്ടിയിട്ട് ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ് അത് നടപ്പാക്കുന്നതെന്ന് പറയുന്നത് അതൊരിക്കലും ശരിയല്ല. അതൊരിക്കലും ശരിയല്ല. ജനങ്ങളാണ് അത് കൂടുതൽ പങ്കാളിത്തമൊക്കെ. പിന്നെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളല്ലേ അവരെ. അപ്പോൾ ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴാണ് അവിടെ മഹത്തരമാവുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും ഞാൻ ചെയ്തു എന്നുള്ള ദാർഢ്യം ഉണ്ടാവുകയുള്ളൂ. അത് ശരിയല്ല. ജനങ്ങളാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആര് ഭരിച്ചാലും നല്ല രീതിയിൽ പിന്നീടുള്ള പുരോഗമനമായ കാര്യങ്ങൾക്ക് വേണം ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും പോകാൻ. അതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ അഭിപ്രായം. ഇതുവരെ മറ്റവർ നടപ്പാക്കി, അല്ല അവർ കൊണ്ടുവന്ന് ഇവർ വന്നപ്പോൾ നടപ്പാക്കി, അത്രേ ഉള്ളൂ. ഇപ്പോൾ പദ്ധതികൾ പല പദ്ധതികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി വന്നിട്ടുണ്ട്. അത് നല്ല കാര്യം. അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വന്ന പദ്ധതിയാണത്. ഇപ്പോൾ മെട്രോ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വന്നതാണ്. ഇപ്പോൾ സ്റ്റേഡിയം, എയർപോർട്ടും തന്നെ കരുണാകരൻ്റെ കാലത്ത് വന്നതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തൊന്നും തെറ്റില്ലാത്ത കാര്യങ്ങളാണ്. ജനങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവും. അപ്പോൾ അവർ ചിലപ്പോൾ അവരുടെ വിഹിതങ്ങൾ പറ്റുന്നേ, അതൊക്കെ സ്വാഭാവികമാണ്. രാഷ്ട്രീയത്തിനുണ്ട്, ഇല്ല എന്നല്ല പറയണത്. പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ഇപ്പോൾ ഈ സർക്കാർ വന്നേ പിന്നെയാണ്, ഈ രണ്ടാം സർക്കാർ വന്നേ പിന്നെയാണ് ഇങ്ങനെ വന്നത്. ഞങ്ങൾ ഇങ്ങനെ ഒഴുക്കിനെതിരെ നിയന്ത്രണം കുറച്ച ആൾക്കാരാ. ആര് വന്നാലും ഞങ്ങൾ കഷ്ടപ്പെട്ട് വേലയെടുത്ത് ജീവിക്കണം. എന്ത് വന്നാലും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. പക്ഷേ തിന്മ കണ്ടാൽ അതിനെ എതിർക്കും. ഞങ്ങൾക്കിപ്പോൾ ഇതിനോട് യോജിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ ഞങ്ങൾക്ക്